തന്നെയാ 2001 തെരഞ്ഞെടുപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഒക്കെ പറഞ്ഞു വെച്ച കാര്യം. നേരത്തെ എം ഹസൻ അത് സൂചിപ്പിച്ചിരുന്നു. അതിൽ ശരിക്കും അനീതി ആണ് തെന്നല ബാലകൃഷ്ണപിള്ളയോട് കോൺഗ്രസ് കാട്ടിയത് എന്നുള്ളത് വസ്തുതയാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടഞ്ഞ് ചെരുപ്പ് തേഞ്ഞ് പാർട്ടിയെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് തെന്നല ബാലകൃഷ്ണപിള്ള എത്തിക്കുന്നു. അതിനുശേഷം അദ്ദേഹം KPCCയുടെ ഒരു ഭാരവാഹിക്കൊപ്പം ഒരു ചെരുപ്പ് കടയിൽ ചെരുപ്പ് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ വിളിപ്പിക്കുന്നത്. അവിടെ അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം മുരളീധരനെ KPCC അധ്യക്ഷനായി വാഴിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെന്നല ബാലകൃഷ്ണപിള്ളയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് തെന്നല ബാലകൃഷ്ണപിള്ളയോട് ഇക്കാര്യം എങ്ങനെ പറയുമെന്ന് അറിയാതെ നേതാക്കൾ ഇത് അവതരിപ്പിക്കുന്നത്, ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ. അപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള താൻ എപ്പോഴാണ് രാജിവെക്കേണ്ടത് എന്ന ഒറ്റ ചോദ്യം മാത്രമാണ് തിരിച്ചു ചോദിച്ചത്. ഉടനടി എന്നായിരുന്നു ഗുലാം നബി ആസാദിന്റെ മറുപടി. അവിടുന്ന് നേരെ അദ്ദേഹം പാർട്ടി വാഹനത്തിൽ കയറി KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തുന്നു. അവിടെ ടൈപ്പിസ്റ്റ് ആയിരുന്ന ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തോട് രാജിക്കത്ത് ടൈപ്പ് ചെയ്ത് വാങ്ങിയിട്ട് അത് ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി ഓട്ടോയിൽ വീട്ടിലേക്ക് പോയ തെന്നല ബാലകൃഷ്ണ പിള്ളയെ ആണ് അവിടെ കോൺഗ്രസ് നേതാക്കൾ കണ്ടത്. കമ എന്നൊരു അക്ഷരം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എല്ലാം AK ആന്റണിയും കരുണാകരനുമൊക്കെ അറിഞ്ഞല്ലേ നടന്നത് എന്ന ചോദ്യം പിന്നീട് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ എന്നതിൽ മാത്രം തെന്നല ബാലകൃഷ്ണപിള്ള ആ അനീതിയുടെ കാര്യം ഒതുക്കി. പിന്നീട് സോണിയാഗാന്ധി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. തുടർന്ന് കേരളത്തിൽ ആ ഘട്ടത്തിൽ നടന്ന അന്തർനാടകങ്ങളൊന്നും തനിക്കറിയില്ലായിരുന്നു എന്ന് അദ്ദേഹത്തോട് ഖേദപ്രകടനം നടത്തി എന്ന നിലയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഒരു അനുഭവമാണെങ്കിൽ തെന്നല ബാലകൃഷ്ണൻ, ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൽ തെന്നല വഴി എന്നൊന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ജനിച്ച് വീണ പശ്ചാത്തലമൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയായിരുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. അത് ഏക്കർ കണക്കിന് സ്ഥലം സ്വത്തുള്ള ഒരാളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അവിടുന്ന് അദ്ദേഹം അവസാനം രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം വിരമിച്ച് തൻ്റെ പ്രായാധികത്വവും മറ്റുമായി സ്വയം വിരമിച്ച് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ അതൊരു 11 സെന്റ് സ്ഥലം മാത്രമായി അദ്ദേഹത്തിൻ്റെ ആസ്തി മാറിയിരുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം 17 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു പ്രാദേശിക ഘടകത്തിലേക്ക് കോൺഗ്രസിൻ്റെ എടുത്തു വെക്കുമ്പോൾ. അതായത് അവിടുത്തെ വാർഡ് കമ്മിറ്റി